ഹലോ ഓൾ, ഇന്ത്യൻ റെയിൽവേയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സുവർണ അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയിട്ടായിരിക്കും നിയമനം. ടോട്ടൽ 9970 വേക്കൻസീസ് ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നല്ലൊരു വേക്കൻസിയാണ് ഇത്. ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും, എന്താണ് ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, എന്താണ് ഇതിന്റെ സെലക്ഷൻ പ്രോസസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ അതിലോട്ട് പോവാം. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയിട്ടാണ് ഇപ്പോൾ അവസരം വന്നിട്ടുള്ളത്. അതിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് 12/4/2025 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ എൻഡ് ആവാനായിട്ടുണ്ട്. ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 11 ഇത് അസിസ്റ്റന്റ് ലോക്കോ ALP ആയിട്ടായിരിക്കും നിങ്ങൾ റിക്രൂട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ പേ ലെവൽ എന്ന് പറയുന്നത് ലെവൽ 2 ആണ്. ഇനീഷ്യൽ പേയ്മെന്റ് എന്ന് പറയുന്നത് 19,900 ആണ്. ദാറ്റ് മീൻസ് ഇനീഷ്യൽ പേയ്മെന്റ് മാത്രമാണ്. അതിൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ കിട്ടും. എക്സ്ട്രാ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അലവൻസും കാര്യങ്ങളൊക്കെ അതിൽ കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട് A1 എന്നുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡിലായിരിക്കണം. അത് എന്താണെന്നുള്ളതും അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇതിന്റെ ഏജ് എന്ന് പറയുന്നത് 18 വയസ്സിനും 30 വയസ്സിനുള്ളവർക്ക് മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ടോട്ടൽ വേക്കൻസി നമ്മൾ ഓൾറെഡി പറഞ്ഞു, 9970 വേക്കൻസി ആണുള്ളത്. ഓൺലൈൻ ആയിട്ടാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഇവിടെ പറയുന്നുണ്ട്, നമുക്ക് ആദ്യം നോക്കാം. അഥവാ ഇപ്പോൾ ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ഫൈനൽ ഇയറിൽ പഠിക്കുന്നവർക്കോ അല്ലെങ്കിൽ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്കോ ഒന്നും ഇതിന് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ തന്നെ നമുക്കറിയുന്നതാണ്, റെയിൽവേയിൽ കുറേ സോണുകളുണ്ട് അല്ലെ. RRBയിൽ കുറേ സോണുകളുണ്ട്. സോ നമുക്കൊരു RRB സോണിലോട്ട് മാത്രമായിരിക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവുക. അതിലധികം RRBയിലോട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഇല്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, ഇതിന്റെ മെഡിക്കൽ ഫിറ്റ്നസിന്റെ കാര്യങ്ങളും അതേപോലെ തന്നെ സെലക്ഷൻ പ്രോസസ്സും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ അതിലോട്ടൊക്കെ പോവാം. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് RRBന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതിൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ അതിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിരിക്കണം. നമുക്ക് പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇമെയിൽ ID, ആപ്ലിക്കേഷൻ നെയിം, ഫാദർ നെയിം, മദർ നെയിം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടില്ല. മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ്, സ്റ്റേറ്റ്, EKYC അഥവാ ആധാറിന്റെ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ പക്ക കറക്റ്റ് ആയിട്ട് കൊടുക്കണം. വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്താലേ നമുക്ക് ഇതിന് ആപ്ലിക്കേഷനിലോട്ട് നമ്മൾ എൻ്റർ ആവുള്ളൂ. സോ ഈ കാര്യങ്ങളൊന്നും ഇവിടെ പറഞ്ഞിട്ടുള്ള ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അപ്ലൈ ചെയ്യുന്നത് വളരെ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക. നമുക്ക് ഈ കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ അതിന് നമുക്കൊരു ഫീ ഉണ്ട്. 250 രൂപ നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള ഫീ അതിനുണ്ട്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് അപ്ലൈ ചെയ്യാനുള്ളത് നോക്കുക കേട്ടോ. ഓക്കെ. സോ അതേപോലെ തന്നെ ഇതിന് നമ്മൾ എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നെഗറ്റീവ് മാർക്ക് ഉണ്ട്, അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ പറയുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഒരു ആർക്കൊക്കെ ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും, അതോ എത്ര പോസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ, ഓരോ സോണിൽ എത്ര പോസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിലോട്ട് വരാം. ഇവിടെ പറയുന്നുണ്ട് ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. ഇതിന്റെ മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവിടെ പോസ്റ്റ് വരുന്നത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആണ്. നമ്മൾ പറഞ്ഞു പേ ലെവലും കാര്യങ്ങളൊക്കെ പറഞ്ഞു. മിനിമം ക്വാളിഫിക്കേഷൻ വരുന്നത് നമുക്ക് നോക്കാം. പല രീതിയിലുള്ള ടൈപ്പ് ഓഫ് ക്വാളിഫിക്കേഷൻ അവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് പറയുന്നത് SSLC അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ, 10ാം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ്സും പ്ലസ് അതിന്റെ കൂടെ ITയിൽ അഥവാ NCVT അല്ലെങ്കിൽ SCVT ട്രേഡുകൾ, കുറച്ച് ട്രേഡ് ഇവിടെ പറയുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് അഥവാ +2 അല്ലെങ്കിൽ SLC അതിന്റെ കൂടെ ITയും ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ITയിൽ തന്നെ ഏതൊക്കെ ട്രേഡാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെന്റ് മെക്കാനിക്, അതേപോലെ തന്നെ റൈറ്റ് ഓർ മെയിൻ്റനൻസ് മെക്കാനിക്, അതേപോലെ തന്നെ റേഡിയോ ആൻഡ് TV മെക്കാനിക്, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മോട്ടോർ വെഹിക്കിളിന്റെ മെക്കാനിക്, വയർമാൻ, ട്രാക്ടർ മെക്കാനിക്, ഇങ്ങനെ കുറച്ച്
ട്രേഡുകൾ പറയുന്നുണ്ട്. ഈ ട്രേഡുകളിൽ ITI കംപ്ലീറ്റ് ചെയ്തവർക്ക്, ITI കംപ്ലീറ്റ് ചെയ്ത SLC കഴിഞ്ഞതിന് ശേഷം, 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ITI ഈ ട്രേഡുകളിൽ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, MCVTയിലോ SCVTയിലോ അത് കംപ്ലീറ്റ് ചെയ്തവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അവർക്കാണ് ഒന്നും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതേപോലെ തന്നെ ഡിഗ്രി ഉള്ളവർക്കൊക്കെ ഉണ്ട്, നമ്മൾ പറയാം. നെക്സ്റ്റ് ഒരു ഇതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് മറ്റു ആർക്കൊക്കെ ഇതിന് അപ്ലൈ എന്നുള്ളത് വരുന്നത്, ഇതിപ്പോ പറഞ്ഞിട്ടുള്ള ട്രേഡുകളിൽ ഫീച്ചർ തൊട്ടിട്ടുള്ള ഈ ഒരു ട്രേഡുകളിൽ തന്നെ നമ്മൾ റെയിൽവേയുടെ അണ്ടറിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അഥവാ SSLC അതിൽ പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം റെയിൽവേയുടെ അണ്ടറിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ITI പഠിക്കണമെന്ന് നിർബന്ധമല്ല. റെയിൽവേ അപ്രന്റീസ്ഷിപ്പിന് കുറെ വിളിക്കാറുണ്ട്. അപ്പോൾ നല്ലൊരു അവസരമാണ്. അത് അപ്രന്റീസ്ഷിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് റെയിൽവേന്റെ അണ്ടറിൽ വേറെ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് എക്സാമും കാര്യങ്ങളൊക്കെ എഴുതി ജോലിയിൽ കയറാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് SSLC അല്ലെങ്കിൽ 10ാം ക്ലാസ് അതിന്റെ കൂടെ റെയിൽവേയിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്തിട്ടുള്ളതുണ്ടെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാം. ഇനി മറ്റൊരു കാറ്റഗറി ആളുകൾ ആരാണെന്ന് നോക്കാം. SSLCയും അതോടൊപ്പം തന്നെ 3 ഇയർ ഡിപ്ലോമ ഉള്ളവർക്ക്, അഥവാ ഡിപ്ലോമ പോളിടെക്നിക് ഡിപ്ലോമ ഒക്കെ ഉണ്ടല്ലോ, ഡിപ്ലോമ ഉള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതിന്റെ ട്രേഡും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലൊക്കെ എന്താണ് ഡിപ്ലോമ 3 ഇയർ ഡിപ്ലോമ ഉള്ളവർക്ക് ഇതിൽ അപ്ലൈ ആവുന്നതാണ്. അതേപോലെ തന്നെ ഇതിൽ തന്നെ കോമ്പിനേഷൻസ് വരുമല്ലോ. ഈ ഡിപ്ലോമയിൽ തന്നെ പല ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്നുള്ള രീതിയിലൊക്കെയുള്ള കോമ്പിനേഷൻ, പല സ്ട്രീംസ്, വേരിയസ് സ്ട്രീംസിന്റെ കോമ്പിനേഷൻസിൽ നമ്മൾ ഡിപ്ലോമ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഇതിൽ അപ്ലൈ ആവുന്നതാണ്. അതോടൊപ്പം തന്നെ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് അഥവാ BE BTech ഒക്കെ ഉള്ള ഇപ്പൊ പറഞ്ഞിട്ടുള്ള സ്ട്രീംസിലൊക്കെ BE BTech ഒക്കെ ഉള്ളവർക്കൊക്കെ ഇതിൽ അപ്ലൈ ആവുന്നതാണ്. സോ ആർക്കൊക്കെയാണ് അപ്ലൈ ആവുന്നത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി ഇതിന്റെ എത്രയാണ് ഇതിന്റെ വാക്കൻസീസും കാര്യങ്ങളും വരുന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. RRB ഇതാണ് ഡിഫറെന്റ് RRB ഈസ് അതിന്റെ സോണുകളും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടോട്ടൽ വേക്കൻസി നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അഹമ്മദാബാദ് 497, അജ്മീർ 629, പ്രയാഗ്രാജ് 641, അങ്ങനെ കറക്റ്റ് ഇവിടെ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഓരോ RRBന്റെ അണ്ടറിലും ഓരോ സോണിലുള്ള വേക്കൻസീസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മളത് ഇവിടെ ഇപ്പോ കേരളത്തിൽ തന്നെ നമ്മളൊക്കെ വരുന്നുണ്ടാവുക ചെന്നൈ ആ ഒരു RRBന്റെ അണ്ടറിലാണ് നമ്മളിത് വരുന്നത്. ഇവിടെ ടോട്ടൽ വരുന്നത് 362 വേക്കൻസീസ് ആണ് വരുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ കൊൽക്കത്തയിൽ വേക്കൻസി, ജമ്മു, മുംബൈ, അതിൽ തന്നെ ഓരോ RRBന്റെ അണ്ടറിലും ഓരോ സോണിൽ നമുക്ക് വേക്കൻസീസ് വരുന്നുണ്ട്. അപ്പൊ അതിൽ നമുക്ക് അപ്ലൈ ആവുന്നതാണ്. ഒരു RRBയിലേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ ചെന്നൈ അപ്ലൈ ആണെങ്കിൽ ചെന്നൈയിലേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അഹമ്മദാബാദ് ആണെങ്കിൽ അഹമ്മദാബാദ്, ഏതെങ്കിലും ഒരു RRB അണ്ടറിലാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതിൽ തന്നെ ഡിഫറെന്റ് സോൺസ് ഉണ്ട്. ആ സോൺസിലോട്ട് നമുക്ക് അപ്ലൈ ആവുന്നതാണ്. അപ്പോൾ നമ്മൾ RRBയിലോട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അജ്മീർ അപ്ലൈ ആണെങ്കിൽ ഇതിൽ 2 സോൺ ഉണ്ട്. ഈ 2 സോണിലോട്ട് നമ്മൾ പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. ടോട്ടൽ എത്ര വേക്കൻസി എന്നൊക്കെ ഉള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിലോട്ട് പോവാം. ഇതിന്റെ ഏജ് റിലാക്സേഷൻ അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞു നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ കാൻഡിഡേറ്റ്സ് പ്രോപ്പർ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് 2 മന്ത്സിന്റെ ഉള്ളിൽ എടുത്തിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് ഒക്കെ നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സിഗ്നേച്ചറൊക്കെ ബ്ലോക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സിലുള്ളത് പാടില്ല, ഡിസ്ജോയിന്റഡ് ലെറ്റേഴ്സിലുള്ളത് പാടില്ല. ബ്ലാക്ക് ഇങ്കിൽ പെന്നുകൊണ്ട് പ്യൂർ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള സിഗ്നേച്ചർ ആയിരിക്കണം. അങ്ങനെ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത്. അതേപോലെ തന്നെ ഫ്രീ ട്രെയിൻ ട്രാവൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എക്സാമിനും കാര്യങ്ങൾക്കൊക്കെ പോകുന്നവർക്ക് ആരൊക്കെ ഇത് കിട്ടാൻ ഇവിടെ പറയുന്നുണ്ട്. SC/ST കമ്മ്യൂണിറ്റിയിലുള്ളവർക്കാണ്. അവർ SC/ST കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷന്റെ സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഫ്രീ ട്രെയിൻ ട്രാവൽ ഫെസിലിറ്റി അവൈലബിൾ ആയിരിക്കും ഈ എക്സാംസിനും കാര്യങ്ങൾക്കൊക്കെ പോകുന്നതിനുള്ള. ഓക്കെ, സോ അതൊക്കെയാണ് അവിടെ വരുന്നത്.
പിന്നെ വരുന്നത് ഇതിന്റെ മെഡിക്കൽ ഫിറ്റ്നസിൻ്റെതാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു A1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അതിലുള്ള വരുന്നതാണ് ഫിസിക്കൽ ഫിറ്റ്നസ് ആ റെസ്പെക്ട്. അതിൽ തന്നെ വിഷൻ ആണ് മെയിൻ ആയിട്ടും പറയുന്നത്. ഡിസ്റ്റൻസ് വിഷൻ എന്തായിരിക്കണം, 6/6 ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് വിത്തൗട്ട് ഗ്ലാസ് ആണ്, ഗ്ലാസ് വെക്കാതെ 6/6 അഥവാ ഫുൾ ആയിട്ടുള്ള വിഷൻ ഉള്ളവർക്ക് മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ നിയർ വിഷൻ ആണെന്നുണ്ടെങ്കിൽ 0.6 ആണ്, അതും വിത്തൗട്ട് ഗ്ലാസ് ആണ് ഉണ്ടാവേണ്ടത്. അതേപോലെ തന്നെ മറ്റുള്ള ടെസ്റ്റുകളൊക്കെ അതിന്റെ ടെസ്റ്റുകൾ ഉണ്ടാക്കി, കളർ വിഷന്, ബൈനോക്കുലർ വിഷന്, ഫീൽഡ് ഓഫ് വിഷന്, നൈറ്റ് വിഷന് പോലുള്ള എല്ലാ തരത്തിലുള്ള ടെസ്റ്റുകളും ഉണ്ടായിരിക്കും. അതിലൊക്കെ നമ്മൾ പാസ്സായിരിക്കണം. സോ പക്ക മെഡിക്കൽ ഫിറ്റ്നസ് ഉള്ളവർക്ക് മാത്രമായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവുക. അതേപോലെ തന്നെ ഇതിന്റെ ഏജ് റിലാക്സേഷന്റെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 18 വയസ്സിനും 30 വയസ്സിനും ഇട്ടുള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു. അതുപോലെ SC/ST കാൻഡിഡേറ്റ്സിന് 5 ഇയേഴ്സിന്റെ റിലാക്സേഷൻ ഉണ്ട്. OBC നോൺ ക്രിമിനൽ ആണെങ്കിൽ 3 ഇയേഴ്സിന്റെ ഇതുണ്ട്. അതേപോലെ തന്നെ എക്സ് സർവീസ്മാന്റെ റിലാക്സേഷന്റെ ഇതിവിടെ കൊടുത്തിട്ടുണ്ട്, ഓരോ കാറ്റഗറി വൈസ് ഉള്ളത്. അതേപോലെ തന്നെ ഇവിടെ ഒരു കൊടുത്തിട്ടുണ്ട്, റെയിൽവേയിൽ വർക്ക് ചെയ്തിട്ടുള്ള സ്റ്റാഫിന്റെ ഒക്കെ ഉള്ള ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു അവസരമാണ്, അഥവാ നേരത്തെ പറഞ്ഞു അപ്രന്റീസ്ഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇവിടെയും ഒരു പരിഗണന കൊടുക്കുന്നുണ്ട് ഏജിന്റെ കാര്യത്തിൽ. ഇപ്പൊ നമ്മള് അപ്രന്റീസ്ഷിപ്പ് റെയിൽവേ ലണ്ടനിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നു, എത്ര വർഷത്തിന്റെ അപ്രന്റീസ്ഷിപ്പാണ് നമ്മൾ ചെയ്തത് അത്രയും വർഷത്തിന് എക്സ്ട്രാ നമുക്ക് കിട്ടും. ഓൾറെഡി ഇപ്പൊ നമുക്ക് 30 വയസ്സാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കാറ്റഗറിക്ക് എത്രയാണോ ആ ഒരു ഇത് വരുന്നത് അത് പ്ലസ് നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ എത്ര വർഷം, ഇപ്പൊ 2 വർഷം ചെയ്യണമെങ്കിൽ ആ 2 വർഷം അതിലോട്ട് ആഡ് ചെയ്തിട്ടുള്ള അത്രയും ഇതിൽ നമുക്ക് ഏജ് റിലാക്സേഷൻ കിട്ടും എന്നുള്ളതാണ്. അതിന് 25 വയസ്സിന് മുമ്പ് നമ്മൾ അപ്രന്റീസ്ഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. യുവ അഥവാ അൺറിസർവ്ഡും EWS 35 ഇയേഴ്സ് ഓഫ് ഏജ് നമുക്ക് ഏജ് റിലാക്സേഷൻ വരുന്ന. OBC നമുക്ക് 38, SC/ST 40 ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നോക്കുക. അങ്ങനെ ചെയ്തവർക്ക് നല്ലൊരു ഇതുണ്ട്, അവിടെ റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ഇവിടെ ഫീന്റെ കാര്യം, എക്സാമിനേഷൻ ഫീന്റെ കാര്യം. ഇപ്പോ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ് ഫീൻ്റെത്, ആർക്കൊക്കെ ഫീ കിട്ടും. അതേപോലെ റെയിൽവേന്റെ നല്ലൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഫീ റീഫണ്ട് കിട്ടും എന്നുള്ളതാണ്. റെയിൽവേന്റെ എക്സാംസിനൊക്കെ നമുക്ക് ഫീ റീഫണ്ട് കാണാറുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും. അഥവാ ESN നമ്പർ 2 ഈ ഒരു സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നവരല്ലാത്തവർക്കൊക്കെ 500 രൂപയാണ് ഫീ ഉള്ളത്. അതിൽ നിന്ന് 400 രൂപ നമുക്ക് റീഫണ്ട് കിട്ടും. എപ്പോഴാണ് റീഫണ്ട് കിട്ടുക എന്നിവിടെ പറയുന്നുണ്ട്. നമ്മൾ ഇതിന് എക്സാംസുകളുണ്ട്. ഫസ്റ്റ് CBT എക്സാം, ഫസ്റ്റത്തെ എക്സാമിനാണ് നമ്മൾ അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 400 രൂപ റീഫണ്ട് കിട്ടും എന്നുള്ളതാണ്. 500 400 രൂപ ഇങ്ങോട്ട് തന്നെ കിട്ടും. ഇനി സെക്കൻഡ് കാറ്റഗറി 250 രൂപയാണ് ഫീ. ആർക്കൊക്കെയാണെന്ന് നോക്കാം. SC/ST, എക്സ് സർവീസ്മാന്, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, മൈനോറിറ്റി, എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്, EBC കാൻഡിഡേറ്റ്സിന് ഒക്കെ എന്തുണ്ട് 280 രൂപയായിരിക്കും ഫീ ഉണ്ടാവുക. അതെന്താണ്, അതും നമുക്ക് എന്ത് ചെയ്യുന്നതാണ്, റീഫണ്ട് കിട്ടുന്നതായിരിക്കും. 280 രൂപ ഫുള്ളായിട്ടും നമുക്ക് റീഫണ്ട് കിട്ടും. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എക്സാമിന് തന്നെ നമ്മൾ അപ്പിയർ ചെയ്തിരിക്കണം, എന്നാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. ഇവിടെ തന്നെ ഇവിടെ പറയുന്നുണ്ട്. ഇപ്പോ ഇതിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ജനറൽ, അതേപോലെ തന്നെ EWS അല്ലെങ്കിൽ OBC ഒക്കെ ഉള്ള പിന്നെ മെൻ കാൻഡിഡേറ്റ്സിനായിരിക്കും ഇവിടെ എന്തുണ്ടാവുക, ഫീ വരുന്നുണ്ടാവുക, 500 രൂപ ഫീ വരുന്നുണ്ടാവുക. അതിൽ തന്നെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അവർ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തില്ല, ഫീ വരുന്നില്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. നമ്മൾ ആ ഏത് കാറ്റഗറിയിലാണ് വരുന്നില്ല ഫീ, നമ്മൾ കാറ്റഗറി കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ഓൾറെഡി ഫീ അടക്കേണ്ട എന്നുള്ളത് അവർ കാണിക്കും അപ്ലൈ ചെയ്യുന്ന സമയത്ത്. എന്നാലും നമ്മളത് മനസ്സിലാക്കി വെക്കണം. മോഡ് ഓഫ് ഫീ പേയ്മെന്റ് ഓൺലൈൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. നമ്മൾ പറഞ്ഞു എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് ആരാണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫൈനൽ ഇൻകം എന്താണ്, 50,000 താഴെ വരുമ്പോഴാണ് അത് വരുന്നത്. അത് നമുക്ക് BPL കാർഡോ അല്ലെങ്കിൽ നമുക്കതിന്റെ ഇൻകം സർട്ടിഫിക്കറ്റോ ഹാജരാക്കിയാൽ മതിയാവും. മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആരാന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇത്രയാണ് മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധിസ്റ്റ്, ജൈൻ എന്നിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവർക്കും എന്തില്ല ഫീ റിലാക്സേഷൻ അവിടെ കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ
റീഫണ്ടിന്റെ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. നമുക്ക് റീഫണ്ട് കിട്ടാൻ നമ്മൾ ബാങ്കിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കണം. നമ്മൾ കൊടുക്കുന്ന ബാങ്കിന്റെ അക്കൗണ്ടിലോട്ടായിരിക്കും നമ്മൾ റീഫണ്ട് കയറുന്നുണ്ടാവുക. ഇങ്ങനത്തെ ഫുൾ ഡീറ്റെയിൽസ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വരുന്നുണ്ട്. നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഈ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിൽ കയറിയിട്ട് വെരിഫൈ ആവുന്നതാണ്. പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. കുറഞ്ഞ സമയം ഇനി ഇതിന് വേണ്ടിയിട്ടുള്ളൂ. ഇതിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് ഇവിടെ പറയുന്നുണ്ട്. ഒരു 5 സ്റ്റെപ്പാണ് ഇത് ഉണ്ടാവുക. ഫസ്റ്റ് സ്റ്റേജ് CBT എക്സാം ഉണ്ടാവും, CBT 1. അതേപോലെ സെക്കൻഡ് സ്റ്റേജ് CBT എക്സാം ഉണ്ട്, CBT 2. പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവും. നമ്മുടെ ഇതൊക്കെ പ്രോബ്ലം സോൾവിങ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്കില്ലുകൾ, ഡിസിഷൻ മേക്കിംഗ് സ്കില്ലൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവും മൂന്നാമതായിട്ട്. പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, അതേപോലെ മെഡിക്കൽ എക്സാമിനേഷൻ. അങ്ങനെ 5 സ്റ്റേജ് ആണ് ഇതിനുണ്ടാവുക. ഈ 5 സ്റ്റേജ് പാസ്സായാലാണ് നിങ്ങൾക്ക് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയിട്ട് ജോലി ലഭിക്കുക. ഫസ്റ്റ് സ്റ്റേജിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതിന്റെ സിലബസ് എത്ര ടൈമാണ് ഒക്കെ പറയുന്നുണ്ട്. ഫസ്റ്റ് CBT 1 ആണെങ്കിൽ ഡ്യൂറേഷൻ 60 മിനിറ്റ്സിന്റെ എക്സാം ആണ്. 75 മാർക്കാണ് മാക്സിമം വരുന്നത്. നെഗറ്റീവ് മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. 1/3 ആണ് മാർക്കിനായിരിക്കും നെഗറ്റീവ് മാർക്ക് ഉണ്ടാവുക. ഓക്കെ, ദെൻ മിനിമം പാസ് പെർസെന്റേജ് ഓരോ കാറ്റഗറിയിലും എത്രയാണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എക്സാം CBT 1 പാസ്സായാലായിരിക്കും CBT 2 പോകുന്നുണ്ടാവുക. അതിന്റെ ഡീറ്റെയിൽ സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാത്സ്, മെന്റൽ എബിലിറ്റി, ജനറൽ സയൻസ്, ജനറൽ അവയർനെസ്, അതിലൊക്കെ എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ സെക്കൻഡ് സ്റ്റേജിൽ വരുന്നത് CBT 1 പാസ്സായിട്ട് CBT 2 കിടക്കും. അവിടെയും അതിന്റെ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. പാർട്ട് A, പാർട്ട് B എന്നുള്ള 2 പാർട്ടാണ്. 2 hours and 30 minutes എക്സാം ആണ്. ടോട്ടൽ 175 ക്വസ്റ്റ്യൻസ്. പാർട്ട് എയിൽ 100 ക്വസ്റ്റ്യൻസ്, പാർട്ട് ബിയിൽ 75 ക്വസ്റ്റ്യൻസ്. ആ രീതിയിലാണ് വരുന്നത്. അതിലും എത്രയാണ് പാസ് പെർസെന്റേജ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ സിലബസും പാർട്ട് എന്റെയും പാർട്ട് ബിന്റെയും സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട ക്വാളിഫിക്കേഷൻസും നമ്മൾ എന്താണ് എക്സാമിന് പഠിക്കേണ്ടത് എന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ ഫിറ്റ്നസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ട സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇമേജും സിഗ്നേച്ചറിനും അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിന്റെയൊക്കെ ഫോർമാറ്റ്സ്, പ്രിസ്ക്രൈബ് ആയിട്ടുള്ള ഫോർമാറ്റ്സ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇത് ഓരോ RRBസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ലിങ്കോ കാര്യങ്ങളാണ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു RRBയെ കുറിച്ചുള്ള ഡീറ്റെയിലും കാര്യങ്ങളും കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് RRBയിലോട്ടാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ തീരുമാനിക്കാവുന്നതാണ്. ദെൻ മോഡിഫിക്കേഷന്റെ കാര്യം നമ്മൾ പറഞ്ഞു. 250 രൂപയാണ് മോഡിഫിക്കേഷൻ. ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും ചേഞ്ച്, അതിൽ കുറെ കാര്യങ്ങൾ ചേഞ്ച് വരുത്താൻ പറ്റാത്തതാണ്. ചില കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വരുത്താൻ പറ്റുള്ളൂ. അതിന് 250 രൂപ നമുക്ക് കൊടുക്കും വേണം. വെരിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു RRB അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. സോ നോട്ടിഫിക്കേഷന്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ക്വാളിഫിക്കേഷനും കാര്യങ്ങളുള്ളവർ ഇതിന് അപ്ലൈ ചെയ്യാം. നല്ലൊരു അവസരമാണ്. ഓക്കെ, സോ ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് വീഡിയോസിനായിട്ട് ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.